ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഈ വീഡിയോയിൽ ഓപ്ഷൻസ് ബേസിക്സിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ അതൊക്കെ കണ്ടു. പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ അതിന്റെ ബേസിക് ടെർമിനോളജീസിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് പോയി കാണുക. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ഇൻ ദ മണി, ഔട്ട് ദ മണി, സെറ്റിൽമെന്റ് ടൈപ്സ് അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇൻ ദ മണി എന്താണ് എന്ന് നോക്കാം. അപ്പൊ ഇൻ ദ മണി എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷൻസ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലാണ് എന്ന് എഴുതുക. അപ്പോഴാണ് ഈ ഇൻ ദ മണിയുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പൊ ഒരു കോൺട്രാക്ട് നടക്കുകയാണ്. ആ കോൺട്രാക്റ്റിൽ 700 റുപ്പീസ് ആണ് പറഞ്ഞിരിക്കുന്ന തുക. അപ്പൊ ബയ്യർ എന്ത് ചെയ്യുന്നു, മേടിക്കുന്നു. അപ്പൊ അത് മേടിച്ച് 750 രൂപ ആയാലൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പൊ 700 റുപ്പീസിന് വാങ്ങിച്ചു, 750 ആണ് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പൊ 50 റുപ്പീസ് ആണ് അയാളുടെ പ്രോഫിറ്റ്. അപ്പൊ 50 ആണ് ആ ഒരു പ്രോഫിറ്റ് ആണ് ഇൻ ദ മണി എന്ന് പറയുന്നത്. ഇപ്പൊ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ആ ഒരു പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ ഇൻ ദ മണി കോൺസെപ്റ്റിൽ അതൊന്ന്. പിന്നെ ഫോർ പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ് ബിലോ ദ സ്റ്റോക്ക് പ്രൈസ്. അപ്പൊ ഈ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിയ ഒരു വിലയേക്കാൾ കുറഞ്ഞു പോകുന്നു, അതാണ് ഫോർ പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഈ രണ്ട് ടൈപ്പ് ആണ് നമ്മൾ ഈ ഒരു ഇൻ ദ മണിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡിംഗിൽ തന്നെ ഏത് ഇതെടുത്താലും നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് കാര്യങ്ങൾ, ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്, കോള്, പുട്ട്. അപ്പൊ കോൾ എന്ന് പറയുമ്പോഴത്തേക്ക് വാങ്ങിയ വിലയേക്കാൾ കൂടി വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. രണ്ടാമത്തെ പുട്ട് ഓപ്ഷനിൽ വാങ്ങിയ വിലയേക്കാൾ താഴേക്ക് പോകുന്ന ആ ഒരു രണ്ട് കേസസ്. ഇനി അറ്റ് മണി എന്ന് വെച്ചാൽ എക്സാക്ട് നമ്മൾ വാങ്ങിയ ആ സ്റ്റോക്ക് പ്രൈസ് തന്നെയാണ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വരുമ്പോഴാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്. ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്റ്റോക്ക് പ്രൈസിന് ഈക്വൽ, ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഈക്വൽ ടു അതാവുമ്പോഴാണ്. ഇപ്പൊ നിങ്ങൾ 700 ആണ് വാങ്ങിയിരിക്കുന്നെങ്കിൽ മാർക്കറ്റ് പ്രൈസിലും 700 തന്നെയായിരിക്കും. ആ ഒരു രീതിയാണ് അറ്റ് ദ മണി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി ഔട്ട് ഓഫ് ദി മണി എന്ന് വെച്ചാൽ ഇൻ ദ മണിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ബയ്യറിന് പ്രോഫിറ്റ് ലഭിക്കുന്നില്ല എന്ന് അർത്ഥം. പക്ഷെ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റ് ആണ്. കാരണം ഓപ്ഷൻ ബയ്യർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ലാഭം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സെല്ലറിൽ നിന്ന് മേടിക്കുന്നത്. പക്ഷെ ലാഭം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഔട്ട് ഓഫ് ദി മണി ഇൻ ദ മണിയുടെ ഓപ്പോസിറ്റ് ആണ്. ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ഇസ് കറന്റ് നോട്ട് പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്താണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. കോൾ ഓപ്ഷൻ ആണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ബിലോ ദ സ്ട്രൈക്ക് പ്രൈസ് ആണ്. പുട്ട് ഓപ്ഷന്റെ കേസിലാണെങ്കിലോ സ്റ്റോക്ക് പ്രൈസ് എബോവ് സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. അപ്പൊ ഈ സ്ട്രൈക്ക് പ്രൈസ് എന്താണ് അതുപോലെ കോൾ ഓപ്ഷൻ, അതുപോലെ പുട്ട് ഓപ്ഷൻ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി ആ വീഡിയോസ് കാണുക. പിന്നെ ഇനി വരുന്ന ഒന്നാണ് സെറ്റിൽമെന്റ് ടൈപ്പ്. സെറ്റിൽമെന്റ് ടൈപ്പ് രണ്ട് തരത്തിലുണ്ട്. ക്യാഷ് സെറ്റിൽമെന്റും ഉണ്ട്, സ്റ്റോക്ക് സെറ്റിൽമെന്റും ഉണ്ട്. ഇപ്പൊ ക്യാഷ് സെറ്റിൽമെന്റ് ഓൺലി ഫോർ ഇൻഡിസസ്, അതാണ് ഈ ഒരു പുതിയ സെബി റൂൾസിൽ വരുന്നത്. ഇൻഡെക്സിന് മാത്രമാണ് ആ ക്യാഷ് സെറ്റിൽമെന്റ് വരുന്നത്. കാരണം ആ ഒരു ഡെലിവറി കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ TDS പ്രോസസ്, അത് ഇൻഡെക്സിന് മാത്രമാണ് ക്യാഷ് സെറ്റിൽമെന്റ്. സ്റ്റോക്ക് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഇതിലും ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു സമയം ഡ്യൂ ഡേറ്റ് തന്നു കാണും, അതിൽ നമ്മൾ എന്ത് ചെയ്യും, അടച്ചു തീർത്തില്ലെങ്കിൽ ഫുൾ മണി അടച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോട്ട് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ SPD നമ്മൾ എടുത്ത് സ്ക്വയർ ഓഫ് ചെയ്യണം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ക്യാഷ് സെറ്റിൽമെന്റും ഉണ്ട്, സ്റ്റോക്ക് സെറ്റിൽമെന്റും ഉണ്ട്. അപ്പൊ SPD ഡേറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഓപ്ഷൻസ് ചെയ്യുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ എമൗണ്ട് കൊടുത്ത് ആ ഒരു ലോട്ട് വാങ്ങേണ്ട സ്ഥിതി വരും. ഇനി അടുത്ത ഒരു കാര്യമാണ് ഇൻട്രസ്റ്റിക് വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻട്രസ്റ്റിക് വാല്യൂ എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ ഓഫ് ഓപ്ഷൻ, ഒരു ഓപ്ഷന്റെ ആക്ച്വൽ വാല്യൂവിനാണ്. പ്രസന്റ് ഓൺലി ഫോർ ഇൻ മണി ഓപ്ഷൻസ്. അപ്പൊ ആക്ച്വൽ ആയിട്ട് ഒരു ഓപ്ഷന്റെ വില എത്രയാണ്, അതാണ് ഇൻട്രസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത്. ടൈം വാല്യൂ എന്ന് പറയുന്നത് ദ പ്രീമിയം വാല്യൂ ബയർ ഈസ് റെഡി ടു പേ ഫോർ ദി ടൈം റിമൈനിങ് ഫോർ ദി ഓപ്ഷൻസ് കോൺട്രാക്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കോൺട്രാക്ട്സിനുള്ള ബാക്കിയുള്ള ആ ഒരു ടൈം, എത്ര സമയമാണ് വേണ്ടത് എന്നുള്ള ആ ഒരു, എത്ര സമയം കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കോൺട്രാക്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻട്രസ്റ്റിക് വാല്യൂ, ടൈം വാല്യൂ, അതാണ് രണ്ട് വരുന്നത്.
ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇപ്പൊ ഡെഫിനേഷൻ മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഓപ്പൺ ഇൻട്രസ്റ്റ് ആക്ച്വലി എപ്പോഴും ഒരു സ്ട്രൈക്ക് പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിന് സെല്ലേഴ്സ് വേണം, എന്നാലല്ലേ അത് ബൈ ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രാക്ട്സ് ഓപ്പൺ അറ്റ് എനി ഗിവൺ ടൈം ഫോർ എ സ്ട്രൈക്ക് പ്രൈസ്, അതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ജസ്റ്റ് ഡെഫിനേഷൻ മാത്രമാണ്, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കിയത് ഇൻ ദ മണി, ഔട്ട് ദ മണി, അതുപോലെ അറ്റ് ദ മണി, ഈ 3 പ്രധാനപ്പെട്ട ടേംസ്, അതുപോലെ സെറ്റിൽമെന്റ് ടൈപ്പുകൾ, ക്യാഷ് സെറ്റിൽമെന്റ്, സ്റ്റോക്ക് സെറ്റിൽമെന്റ്, പിന്നെ നോക്കിയത് ഇൻട്രസ്റ്റിക് വാല്യൂ, ടൈം വാല്യൂ, ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുക. അപ്പൊ ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അപ്പൊ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ ബേസിക് ആയിട്ട് ഓരോ വീഡിയോയിലും കുറച്ച് കുറച്ച് പഠിച്ചാലേ നമുക്ക് ബിഗിനേഴ്സിന് മനസ്സിലാവത്തുള്ളൂ. പെട്ടെന്ന് ഓപ്ഷൻസ് ട്രേഡിംഗ് നമുക്ക് അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല. അപ്പൊ അതിന്റെ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള ലൈവ് എക്സാമ്പിൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾ ആദ്യത്തെ വീഡിയോ, 2 വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോസ് തുടർന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ്സിൽ ബേസിക്സ് പഠിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻറ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ലഭിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.